ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കട്ടിങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കഫ്താൻ. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഒട്ടും വൈകിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കട്ടിങ് വീഡിയോയിൽ. ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് നെക്കാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാക്ക് നെക്ക്, അതായത് നമ്മുടെ ഷോൾഡർ ഇവിടെ കട്ടിങ് ഒന്നും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബാക്ക് നെക്ക് ഉണ്ടല്ലോ, അത് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാനായിട്ട്. മാറ്റി വെക്കാമെന്ന് ഉദ്ദേശിച്ചത് ഒന്ന് ആ ഒരു കട്ട് ചെയ്യുന്ന പോർഷനിൽ നിന്ന് മാറ്റി വെക്കണം. എന്നിട്ട് വേണം നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് രണ്ടും കൂടി കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് നേരെ എല്ലാം ഒന്ന് നേരെ പിടിച്ചിട്ട് നമ്മളിവിടെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വിഡ്ത്തും എല്ലാം ഒരേപോലെ ആവാനായിട്ട് നോക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കട്ടിങ്ങിൻ്റെ വീഡിയോയിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ ഒരു വി പോലെ എടുക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അങ്ങനെ കറക്റ്റായിട്ട് വി ആയിട്ട് നമ്മൾ ക്യാൻവാസിൽ വരുന്ന പോലെ അങ്ങനെ വരാനായിട്ടുള്ള ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് വരുന്ന രീതി ഉണ്ടാകാം. പക്ഷേ നമ്മളിങ്ങനെ ക്യാൻവാസ് ഉപയോഗിക്കാതെ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു വി പോയിൻ്റ് ഒന്നും കറക്റ്റായിട്ട് ചിലപ്പോൾ അങ്ങോട്ട് മനസ്സിലാവണം എന്നില്ല വീഡിയോയിൽ. അപ്പോൾ നമ്മൾ ഇനി അത് സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബാലൻസ് പോർഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ക്രോസ് പീസാണ് ഇവിടെ വെട്ടിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 2 ഇഞ്ച് ആ ഒരു വിഡ്ത്തിലാണ് നമ്മൾ ഇവിടെ ക്രോസ് പീസ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മാക്സിമം തുണി പോവാത്ത രീതിയിൽ ഞാനിവിടെ ജോയിൻ ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ 2 ഇഞ്ച് വിഡ്ത്തിൽ ഒരു 3 പീസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അവിടെ ജോയിൻ ചെയ്യാമല്ലോ. അപ്പോൾ 2 ഇഞ്ച് വിഡ്ത്ത് മാക്സിമം മതിയാവും കേട്ടോ. അതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഞാനൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഒരു 2 ഇഞ്ച് അങ്ങനെ ഒരു 3 പ്രാവശ്യം മാർക്ക് ചെയ്ത് പീസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് പീസ് ജോയിൻ ചെയ്ത് എടുക്കാം. അത് അത്ര പ്രശ്നമുള്ള കാര്യമില്ല. നമ്മൾ അത് മനസ്സിലാവുന്നില്ല. നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് തുണി ഒരുപാട് വേസ്റ്റ് ചെയ്യണ്ട. അപ്പോൾ ഇതുപോലൊരു പീസ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഇല്ലെങ്കിൽ ഇത് ഒരു ഇപ്പോൾ ഫ്ലോറലാണെന്നുണ്ടെങ്കിൽ അതിൽ വന്നിരിക്കുന്ന ഒരു ഡിസൈൻ്റെ കളർ വേറെ കിട്ടുകയാണെങ്കിൽ അത് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി. അപ്പോൾ നമുക്കതൊരു വള്ളിയായിട്ട് വേണമെങ്കിൽ അതും ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നെക്ക് ഫിനിഷ് ചെയ്യാനൊക്കെ നമുക്ക് എടുക്കാം. അതുപോലെ നമുക്ക് അരികൊക്കെ ഒന്ന് പൈപ്പിംഗ് ചെയ്യാനായിട്ട് നമ്മുടെ ആ ഒരു ഫ്ലെയർ വരുന്ന പോർഷൻ ഉണ്ടല്ലോ കഫ്താനിൽ, അപ്പോൾ അവിടേക്ക് ഒന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് പൈപ്പിംഗ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇത് ജോയിൻ ചെയ്തിട്ട് നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. നമ്മൾ ക്രോസ് പീസുകൾ പിന്നെ കട്ട് ചെയ്യുമ്പോൾ ഒരു 2 ഇഞ്ചിൽ കുറയാതെ എന്തായാലും നോക്കണം. കാരണം തുണി ഉണ്ടെങ്കിൽ മാക്സിമം കൂട്ടിയെടുക്കാൻ ശ്രമിക്കുക. നമുക്ക് ഒരു പൈപ്പിംഗ് പോലെ നമുക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ മാക്സിമം നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി നമ്മുടെ ബെൽറ്റ്, അതായത് നമുക്ക് ഈ ഒരു വള്ളി ഫ്രണ്ടിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബെൽറ്റ് വേണം. അപ്പോൾ അതിന് വേണ്ട പീസ് എന്തോരം വേണം എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കേണ്ടത്.
അപ്പോൾ ഇതാ ഞാനിവിടെ എൻ്റെ വേസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യുകയാണ് കേട്ടോ. ഒരു 16 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഫ്ലെയർ ഒന്നുകൂടി നോക്കുക. 8 ഇഞ്ചോളം ഫ്ലെയർ വരുന്നുണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ട് വരുന്ന 2 ഇഞ്ച്, അത് നമ്മൾ കട്ടിങ്ങിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 2 ഇഞ്ചാണ്, അത് കുറച്ചിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ് അതിൽ കൂടി കയറി കഴിഞ്ഞാൽ നമുക്ക് വള്ളി എടുക്കാൻ പറ്റൂല. നമ്മൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ് നമ്മൾ വള്ളി എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എന്നാലാണ് ബാക്കും ഫ്രണ്ടും ഒരേപോലെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആവുള്ളൂ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഈ ഒരു ക്രോസ് പീസ് ഇനി നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അത് എങ്ങനെയാണ് ജോയിൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളിതാ ഇതുപോലെ ക്രോസ് പീസുകൾ ഒന്ന് അകം വശങ്ങൾ, അതായത് 2 നല്ല വശങ്ങൾ അകത്ത് വരത്തക്ക രീതിയിൽ ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നാലാണ് നമ്മുടെ ചീത്ത വശത്തിൽ സ്റ്റിച്ച് വന്ന് നമുക്ക് ആ നല്ല വശങ്ങൾ തമ്മിൽ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ 2 പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് 3ാമത്തെ പീസ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നേരെ തിരിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ പിന്നെ നമുക്കത് അഴിച്ച് പണിയേണ്ട ആവശ്യം വരും. അപ്പോൾ നമ്മളത് നല്ല വശങ്ങൾ അകത്ത് പോകത്തക്ക രീതിയിൽ നമ്മൾ ആ ക്രോസ് പീസിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിനി അതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ ആ ഒരു മോഡൽ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ നമ്മൾ അതേ ഷേപ്പിൽ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്കൊരു കറക്റ്റ് ഒരു ജോയിൻ്റ് ആയിട്ട് തന്നെ നമുക്കത് കിട്ടും. അപ്പോൾ ഇനി ഇത് നമുക്ക് നെക്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ജോയിൻ ചെയ്ത ഈ ഒരു പോർഷനിലുണ്ടല്ലോ, നമ്മൾ ഏതെങ്കിലും ഒരു പോർഷനിൽ കുറച്ച് വീതി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് പ്രത്യേകം ഒരേപോലെ ഒരേ ലെങ്ത്തിലും വിഡ്ത്തിലും എല്ലാം നമ്മളാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കുറച്ച് കൂടി ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു പോർഷൻ മടക്കിയിട്ട് പിന്നെ ചിലപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ തയ്യൽ പിടിക്കാതെ വന്നേക്കാം. പിടിക്കാതെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മടക്കിയിട്ടാണ് നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു പോർഷൻ തയ്യൽ പിടിക്കാതെയൊക്കെ വന്നേക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് പിടിച്ചില്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു തരം ചുരുങ്ങിപ്പോയൊരവസ്ഥയൊക്കെ വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഷേപ്പിൽ ബാലൻസ് വന്ന ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ നമ്മുടെ ഫസ്റ്റിൽ തന്നെ, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ മടക്കിയാണ് ചെയ്യുന്നത്. മടക്കിയാണ് കേട്ടോ നമ്മളിവിടെ അടിക്കുന്നത്. ഇപ്പോൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മടക്കി അടിച്ചിട്ട് നമ്മൾ നെക്കിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. അല്ല നിങ്ങൾക്ക് അത്ര ഇതാണെന്നുണ്ടെങ്കിൽ, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു മടക്കി അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് നേരിട്ട് തന്നെ നെക്കിലേക്ക് മടക്കി തന്നെ നെക്കിലേക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ട് പതിച്ച് മടക്കി അടിക്കാൻ പറ്റും. അപ്പോൾ ഇത് ആദ്യം തന്നെ ഒന്ന് മടക്കി അടിക്കുകയാണ്. അപ്പോൾ ഇതൊരു ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വലിയുന്നുണ്ട്. ക്രോസ് പീസായിട്ട് മാത്രം വലിയുന്നതല്ല, നല്ലപോലെ ഒന്ന് വലിയുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഫുള്ളൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ലാസ്റ്റ് പോർഷനിലും ഫസ്റ്റ് പോർഷനിലും നമുക്കൊരു ചെറിയൊരു ഇത് വരുന്നുണ്ട്, അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. നല്ലപോലെ വലിയുന്നുണ്ട് കേട്ടോ. ശരിക്കും നമുക്കിതൊരു ഫ്രണ്ടിലേക്ക് നമുക്ക് വള്ളി എടുക്കാനാണെങ്കിൽ നമുക്കിത് തന്നെ ഇതേപോലെ ഈ ഒരു മെറ്റീരിയൽ തന്നെ എടുത്താൽ മതിയാകും. അത്രയും നന്നായിട്ട് വലിയുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ക്രേപ്പ്. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ നെക്കിൽ വെച്ച് കൊടുക്കുകയാണ്. ഫ്രണ്ടിലേക്ക് ചെറിയൊരു വി ഷേപ്പാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിത് മൊത്തം ഒന്ന് വെച്ച് കൊടുത്ത് നോക്കുകയാണ് എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് നമുക്കിതൊന്ന് വെച്ച് നോക്കാം. വെച്ച് നോക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് കട്ട് ഇതൊന്ന് ജോയിൻ ചെയ്യണമല്ലോ. നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചടിച്ച് വന്നിട്ട് നമ്മൾ ഈ 2 പീസിൻ്റെ ഇവിടെ വരുമ്പോൾ നമ്മളൊന്ന് ജോയിൻ ചെയ്യണം. ഓക്കെ, എന്നാലാണല്ലോ നമുക്കവിടെ ഒരു എൻഡിങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ബാലൻസ് വന്ന ആ പോർഷൻ ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം.
അതുപോലെ ആ ഷേപ്പ് അതും ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ തുണി തികയോ എന്നുള്ളതാണ് കേട്ടോ നമ്മൾ നോക്കിയത്. അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്ച്ച് വരുന്നതിന് മുന്നേ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ക്രോസ് പീസ് വേണമെന്നുണ്ടെങ്കിൽ അതും ജോയിൻ ചെയ്യാമല്ലോ. അപ്പോൾ നമ്മളിതാ ഇവിടെ മടക്കി അടിച്ചിട്ട് ഇതാ നെക്കിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിതിന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ നമ്മളിവിടെ മടക്കി ആയിരുന്നതുകൊണ്ട് നമുക്കത് സ്റ്റിച്ചിങ് വേഗം എളുപ്പത്തിലാക്കാൻ പറ്റും കേട്ടോ. നമ്മൾ അല്ലാത്ത ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ 2 പോർഷനും ചിലപ്പോൾ നമുക്കൊരു തെറ്റ് വരാം. അതുപോലെ തന്നെ ഒന്ന് മടക്കി അടിക്കുന്നതിന് മുന്നേ ആദ്യമായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്തിട്ട് കറക്റ്റായിട്ടൊന്ന് മടക്കിയിട്ട് അയൺ ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നമ്മുടെ ജോലി എളുപ്പമാക്കാം. നമുക്ക് കുറച്ചും കൂടി നല്ല ഒരു റിസൾട്ട് കിട്ടും. അപ്പം നമ്മളിത് നമ്മുടെ എൻഡിങ്ങിൽ വരുമ്പോൾ നമ്മൾ തുടക്കത്തിൽ കൊടുത്ത ആ പീസ് ഉണ്ടല്ലോ, അത് നമ്മൾ തുടക്കം മുതലേ സ്റ്റിച്ച് ചെയ്തത് ഒരു 4 ഇഞ്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളത് ചുറ്റി വരുമ്പോൾ നമുക്ക് ആവശ്യം ഇല്ലാത്ത പീസ് അവിടെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഈ 2 പോർഷൻസും തമ്മിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇവിടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ അകത്തേക്ക് പതിച്ചടിക്കാം. നമുക്കൊന്ന് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അയൺ ചെയ്തെടുക്കുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിരിക്കും കേട്ടോ നമുക്ക്. അപ്പോൾ നമുക്കൊന്ന് ചെറിയൊരു പൈപ്പിംഗ് പോലെയാണ്. ഇപ്പോൾ നിങ്ങൾ കോൺട്രാസ്റ്റ് കളറാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പൈപ്പിംഗ് പോലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പൈപ്പിംഗ് പോലെ ഒന്ന് കൊടുക്കാം, അല്ലെങ്കിൽ മൊത്തത്തിലൊന്ന് പതിച്ചടിക്കാം. അപ്പം നമ്മൾ നെക്കിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ക്യാൻവാസ് ഒന്നും വെക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് വേഗം ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നെക്കിൻ്റെ കാര്യങ്ങൾ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബെൽറ്റ് ക്രോസ് പീസ് വേണമെന്നില്ല, നമുക്ക് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു പീസ് അത് ഒന്ന് മടക്കി അടിക്കണം. അതിൻ്റെ വീതികൾ മടക്കി അടിച്ചാൽ മതി, നീളങ്ങൾ മടക്കി അടിക്കണ്ട. കാരണം അത് മടക്കിക്കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബെൽറ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ വീതി ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഫ്ലെയർ കഴിഞ്ഞിട്ടുള്ള ആ ഒരു 2 ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള എത്രയാണോ വേണ്ടത് അത് നമ്മൾ ബെൽറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എവിടെയാണോ കൊടുക്കേണ്ടത് അത് ബാക്കിലും ഫ്രണ്ടിലും നമ്മൾ ബെൽറ്റ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വേസ്റ്റ് അത് 16 എത്രയാണെന്ന് വെച്ചാൽ നമ്മളതെടുക്കുക. അതെടുത്തിട്ട് നമ്മൾ അവിടെ ആദ്യം തന്നെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ട് ചീത്ത വശത്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട്. നമ്മൾ ചീത്ത വശത്താണല്ലോ ബെൽറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എവിടെയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ലൈൻ കൊടുത്തിട്ട് ഇതുപോലെ വീതിക്ക് നമ്മൾ വരച്ച ലൈനിൻ്റെ 2 വശത്തും ഇതുപോലെ വീതിക്ക് ഒരു ബെൽറ്റ് ഷേപ്പിൽ തന്നെ, അതായത് 2 ഇഞ്ചാണല്ലോ, അപ്പോൾ 1/2 ഇഞ്ച് വെച്ചിട്ട് 1 ഇഞ്ച് വെച്ചിട്ടോ 1/2 ഇഞ്ച് വെച്ചിട്ടോ നമ്മൾ ഇതുപോലെ ഏകദേശം ഒരു ബോക്സ് പോലെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു വശത്ത് നമ്മളിങ്ങനെ ചെയ്തിട്ട് ഇതുപോലെ 2 വശത്തേക്കും നമുക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ അതൊന്ന് മടക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കൊട്ടി കൊടുത്താൽ നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്ന ആ ചോക്കിൻ്റെ പൊടി നമ്മുടെ ഈ ഒരു സൈഡിലേക്കും ആവും. അപ്പോൾ നമുക്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ നമ്മുടെ 2 സൈഡിലേക്കും നമുക്ക് കിട്ടും. അപ്പോൾ ഒരു സൈഡിലുള്ളത് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ആ ബെൽറ്റ് വെക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെ ചീത്ത വശത്ത് 2 സൈഡിലും നമ്മൾ ഇതുപോലെ ബെൽറ്റ് കൊടുക്കണം. അപ്പോൾ ആ 2 സൈഡിലും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കാനും പറ്റും, കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഓക്കെ, നമുക്ക് ഇതൊന്ന് വരച്ച് കറക്റ്റായിട്ട് എടുക്കാം. അതല്ലാത്ത നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു ബെൽറ്റ് ഒരു സൈഡിലും മറ്റേ ബെൽറ്റ് അല്ലെങ്കിൽ ഒരു വളവും തിരിവും ഒക്കെ വന്നേക്കാം. പിന്നെ അത് അഴിച്ചെടുക്കാനും ഒന്നും നമുക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ബോക്സായിട്ട് വരക്കുകയാണെങ്കിൽ നമ്മൾ
ബെൽറ്റ് ഏതായാലും 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ തെറ്റൊന്നും വരില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈൻ വരച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിനി അതൊന്ന് റെഡിയാക്കാം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് വേണം നമ്മുടെ ഈ ഒരു നമ്മൾ വീതികൾ തമ്മിൽ മടക്കി വെച്ചിട്ടുണ്ട്. വീതികൾ മടക്കി ഒന്ന് അടിച്ചിട്ടുണ്ട് എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു നീളം, അതായത് അതൊന്ന് മടക്കിയിട്ട് നമ്മൾ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ അടിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ അത് മനസ്സിലാവും. കാരണം നമുക്ക് നമ്മുടെ ആ ഒരു ട്രാക്ക് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വേഗം തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് ഇതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഏത് സൈഡാണോ ചെയ്തത് നേരെ ബാക്ക് സൈഡാണെങ്കിൽ ഫ്രണ്ട് സൈഡും ഇതുപോലെ തന്നെ നമ്മൾ അളവെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് മുഴുവനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് പെർഫെക്റ്റായിട്ട് നമ്മുടെ ബെൽറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇതുപോലെയുള്ള മെറ്റീരിയൽ, ഇപ്പോൾ നൈറ്റി അല്ലാത്ത മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൈഡ് ഫിനിഷ് ചെയ്യേണ്ടി വരും. അതായത് നമ്മുടെ ആ ഒരു ഫ്ലെയർ പോർഷൻ അത് എന്തെങ്കിലും ലേസൊക്കെ വെച്ച് നമുക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇതൊന്നും ഞാൻ മടക്കി അടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ഫ്ലെയർ ഉണ്ടല്ലോ, അത് നമ്മൾ പുറത്തുള്ള ആ ഒരു സ്റ്റിച്ച് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബെൽറ്റിൽ കയറാത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബെൽറ്റിൽ കയറാത്ത രീതിയിൽ ചെയ്യാനാണ് നമ്മൾ 2 ഇഞ്ച് കുറച്ച് ബെൽറ്റ് എടുത്തത്. അപ്പോൾ ഇത് ഒപ്പം നമ്മൾ പിടിച്ചിട്ട് ഇതുപോലെ നമ്മൾ താഴെ ഒരു സ്ലിറ്റ് വരത്തക്ക രീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു സ്ലിറ്റിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ചിലും കൂടുതൽ ഞാനിവിടെ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ലെങ്ത്ത് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ ഒരു 12 ഇഞ്ച് താഴേന്ന് ഏകദേശം മാർക്ക് ചെയ്തിട്ടാണ് ഞാനിവിടെ സ്ലിറ്റ് ഇട്ടത് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് വള്ളി ഇനി ഇടാനുള്ള, ഇപ്പോൾ നമ്മൾ ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വള്ളി ഇടാനായിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷനിൽ നമ്മുടെ വള്ളി കീറ്റി വരാനായിട്ട് നമുക്കൊരു ചെറിയ ഓപ്പണിങ് ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആ ഓപ്പണിങ് നമ്മൾ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ആ ഒരു ബെൽറ്റ് നമ്മൾ അകത്ത് സ്റ്റിച്ച് ചെയ്ത ബെൽറ്റിൽ തൊടാതെ നമ്മൾ ആ ഒരു തുണി, ആ ഒരു പീസ് നമ്മൾ കയ്യിലെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്ന ആ ഒരു മൊത്തം പോർഷൻ്റെ ഏറ്റവും മിഡിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് കട്ട് ചെയ്തതിന് ശേഷം ബട്ടൺ ഹോൾ സ്റ്റിച്ചോ അല്ലെങ്കിൽ സാധാ ഒന്ന് തുന്നി പിടിപ്പിച്ചോ നമ്മൾ അടിയിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഞാനിവിടെ ചെറിയൊരു ഹോള് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും നോക്കാനില്ല, നമ്മൾ താഴെ കട്ടാവാതെ നോക്കുക, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ സൂചി നൂലും എടുത്തിട്ട് ആ ഒരു കട്ട് പീസ് അകത്തേക്ക് ആക്കിയിട്ടൊന്ന് ചെറിയൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്താൽ ഇതുപോലെ ഒന്ന് അകത്തേക്ക് എടുത്തിട്ട് ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കുക. ഒന്ന് ചുറ്റും ഒന്ന് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിലും കുഴപ്പമില്ല, അറിയുന്ന ഒരു നല്ല രീതിയിൽ ആ തയ്ച്ച ആ ഒരു തയ്യൽ തുമ്പ് അകത്തേക്ക് പോത്തക്ക രീതിയിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇനി നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒന്ന് നമ്മൾ ഏത് വള്ളിയാണോ ഇടാൻ ഉദ്ദേശിച്ചേക്കുന്നത് അത് ഇതുപോലെ ഒന്ന് പിൻ ചെയ്തിട്ട് ബാക്കിൽ, അതായത് നമ്മുടെ ബാക്ക് പോർഷനിലെ നമ്മുടെ ഈ ഒരു ബെൽറ്റിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ എടുക്കുക. എന്നിട്ട് ആ ബാക്ക് പോർഷൻ്റെ ആ ബെൽറ്റിൻ്റെ എൻഡിലേക്ക് നമ്മൾ ഇതുപോലെ പിന്ന് വെച്ചിട്ട് ഒന്ന് കുത്തി നമ്മൾ അറിയാമല്ലോ, നമ്മൾ പാൻറ്റിൻ്റെ വള്ളിയൊക്കെ നമ്മൾ അങ്ങനെ ഇടാറുണ്ടല്ലോ.
ഇപ്പോൾ കൂടുതലും ഇലാസ്റ്റിക്കാണ്, എന്നാലും നമ്മൾ അങ്ങനെയായിരുന്നല്ലോ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഇതുപോലെ പിന്നിൽ നമ്മളെടുത്ത് വള്ളിതാ അതിൻ്റെ എൻഡിൽ കൊണ്ടുവരാം. ബാക്ക് സൈഡിലാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പം നമ്മൾ കാണുന്നത് ഇത് ഫ്രണ്ട് സൈഡിലേക്കാണ്. ഇനി ഫ്രണ്ട് പോർഷൻ്റെ ബെൽറ്റാണ് ഇനി നമ്മൾ കാണുന്നത്. ഓക്കെ, നമ്മൾ ഒരേ സ്ഥലത്താണല്ലോ രണ്ട് പോർഷനിലും നമ്മൾ ബെൽറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു പോർഷനിൽ നിന്ന് നേരെ ഫ്രണ്ടിലേക്കുള്ള ബെൽറ്റിലേക്കാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു ഫ്രണ്ട് പോർഷനിലുള്ള ബെൽറ്റിലേക്ക് ഇതുപോലെ ഒന്ന് നമ്മൾ ഒന്ന് പിന്നിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പോർഷനിലോട്ട് നമ്മൾ വരികയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പോർഷൻ്റെ ഫ്രണ്ടിൽ, അതായത് നല്ല വശത്താണ് നമ്മൾ ഹോളിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു എൻഡ് നമ്മൾ ആ ഒരു ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് മുഴുവൻ കൊണ്ടുപോകണ്ട, നമ്മൾ പകുതി വരുമ്പോൾ മിഡിലായിട്ടാണല്ലോ നമ്മുടെ ആ ഹോൾ ഇരിക്കുന്നത്. അപ്പോൾ ആ ഹോളിലേക്ക് നമ്മൾ ഇറക്കിയെടുക്കുക. അപ്പോൾ അത് ആ വള്ളി നമുക്ക് ഫ്രണ്ടിലേക്ക് വന്നു. അതുപോലെ നമ്മുടെ ബാക്ക് സൈഡിൻ്റെ ഇരിക്കുന്ന മറ്റേ പോർഷനും ഇതുപോലെ ഫ്രണ്ട് പോർഷൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ തുന്നിക്കൊണ്ടുവന്ന് അതും ഫ്രണ്ടിലേക്ക് എത്തിക്കുക. അപ്പോൾ നമ്മുടെ ബാക്കും ഫ്രണ്ടും ഒരേ പൊസിഷനിൽ നമ്മുടെ ഫ്രണ്ടിലേക്ക് ആ വള്ളി എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വലിക്കുമ്പോഴത്തേക്കും ബാക്കും ഫ്രണ്ടും നന്നായിട്ട് വേസ്റ്റ് പോർഷൻ ചുരുങ്ങും. അങ്ങനെയാണ് നമ്മളിതിൻ്റെ ആ ഒരു നമ്മൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് നമ്മുടെ ആ ഒരു ഹോളിലേക്ക് രണ്ട് ഭാഗത്തുനിന്നും ഇറക്കിയെടുക്കുന്ന ആ ഒരു രീതിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ചീത്ത വശത്താണ് നമ്മുടെ ബെൽറ്റ് ഉള്ളതല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു ബെൽറ്റ് രണ്ട് വശവും നമ്മൾ കവർ ചെയ്ത് ഫ്രണ്ടിലേക്ക് വരുന്ന ഒരു രീതിയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഞാൻ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് വലിയും. കണ്ടോ, ജസ്റ്റ് നമ്മൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ആ ഹോളിലേക്ക് എടുക്കുന്ന അത്രയേ ഉള്ളൂ. നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്കിതുപോലെ എന്തെങ്കിലും ആ വള്ളിയുടെ തുമ്പത്ത് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2 കുഞ്ചലം വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ ഇനി ചെയ്യേണ്ടത് നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്യാൻ. നെക്കിൽ നമ്മളൊന്ന് പുറത്തേക്ക് വന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് അകത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ താഴെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇത്രേ ഉണ്ടായുള്ളൂ. ഇത്രയേ ഉള്ളൂ. വളരെ 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 സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.